എന്താണ് ഈ വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ സംസാരിക്കുന്ന രീതിയെയോ ഒക്കെ പറ്റിയായിരിക്കും അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ഈ വിഷയത്തെ വളരെ ആഴത്തിൽ കാണാൻ പോവുകയാണ്, സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടിലൂടെ. അദ്ദേഹം പറയുന്നത് യഥാർത്ഥ വ്യക്തിത്വം എന്നത് പുറമേ കാണുന്നതിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കുന്നതിലാണ് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. പുതുവർഷമൊക്കെ ആവുമ്പോൾ നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുക്കും അല്ലേ? രാവിലെ എഴുന്നേൽക്കണം, വ്യായാമം ചെയ്യണം എന്നൊക്കെ. പക്ഷെ എന്താ സംഭവിക്കാറ്? കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, ഇന്ന് വേണ്ട, നാളെ ആവാം എന്ന്. ശരിക്കും നമ്മുടെ മനസ്സ് തന്നെ നമുക്കൊരു പാരയാവുന്ന പോലെ തോന്നാറില്ലേ? അതായത് നമ്മുടെ മനസ്സിന് അതിൻ്റേതായൊരു ഇഷ്ടമുള്ളതുപോലെ. നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കാനിരിക്കുകയാണെന്ന് വെക്കുക. 2 പേജ് വായിക്കുമ്പോഴേക്കും മനസ്സെങ്ങോട്ടൊക്കെയോ പോകും. ഇന്നലെ നടന്ന കാര്യങ്ങൾ, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ചിന്തകൾ കാട് കയറും. ശരിയല്ലേ? ഇതേ വിഷയത്തെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ചോദിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. സ്വന്തം മനസ്സിനെ ഒരു നിമിഷം പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മൾ എങ്ങനെയാ സ്വതന്ത്രരാണെന്ന് പറയാ? അപ്പോ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങളിലല്ല, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത്. അപ്പോ എന്താണ് യഥാർത്ഥ വ്യക്തിത്വം? നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒന്നാണോ അത്? വിവേകാനന്ദന്റെ കാഴ്ചപ്പാടിൽ ഇതിനൊരു ആഴത്തിലുള്ള അർത്ഥമുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായി ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നത് എങ്ങനെയാ? അവരുടെ ഡ്രസ്സിംഗ്, സംസാരിക്കുന്ന രീതി, പെരുമാറ്റം, ഇതൊക്കെ നോക്കിയിട്ടല്ലേ? പക്ഷെ വിവേകാനന്ദൻ പറയുന്നത് ഇതൊക്കെ വെറും പുറംതോടുകൾ മാത്രമാണെന്നാണ്. യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്, നമ്മുടെ ഉള്ളിലെ സ്വഭാവമാണ്. അത് പുറമേ കാണുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ള ഒന്നാണ്. അപ്പോ ഈ മനസ്സിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുപോലെ നമ്മുടെ മനസ്സിനും ഒരു ഇന്നർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് പ്രധാനമായും 4 ഭാഗങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ആദ്യത്തേത് ചിത്തം. ഇതൊരു ഹാർഡ് ഡിസ്ക് പോലെയാണ്. നമ്മുടെ എല്ലാ ഓർമ്മകളും അനുഭവങ്ങളും ശീലങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. രണ്ടാമത്തേത് മനസ്സ്. ചിത്തത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിങ്ങനെ ആലോചിക്കും, അങ്ങനെ ചെയ്താലോ അതോ ഇങ്ങനെ ചെയ്താലോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ആളാണ് മനസ്സ്. മൂന്നാമത്തെ ആളാണ് ബുദ്ധി. ഇതാണ് ശരിക്കും തീരുമാനമെടുക്കേണ്ട ആൾ. നമ്മുടെ വിൽ പവർ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതൊക്കെ ബുദ്ധിയുടെ കയ്യിലാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ബുദ്ധിയാണ്. അവസാനമായി അഹങ്കാരം. ഇതാണ് ഞാനെന്ന ബോധം. ബുദ്ധിയെടുത്ത തീരുമാനത്തെ ഇത് ഞാനെടുത്ത തീരുമാനമാണ്, ഞാനിത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ആളാണ് അഹങ്കാരം. അപ്പോൾ ഈ 4 പേരും ചേർന്നാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും തീരുമാനിക്കുന്നത്. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ മനോഹരമായൊരു ഉദാഹരണമുണ്ട്. കഠോപനിഷത്തിൽ പറയുന്ന ഒരു രഥത്തിന്റെ ഉപമ. നമുക്കതിലേക്ക് പോകാം. ഈ ഉപമയനുസരിച്ച് നമ്മുടെ ശരീരം ഒരു രഥമാണ്. ഈ രഥം വലിക്കുന്നത് 5 കുതിരകളാണ്. ഏതൊക്കെയാണോ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ കുതിരകളുടെ കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സ്. ഇനി ഏറ്റവും പ്രധാനം, ഈ കടിഞ്ഞാൺ പിടിച്ച രഥം ഓടിക്കുന്ന തേരാളി ആരാണെന്നറിയാമോ? അതാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ വിവേകം. അപ്പം നോക്കൂ, യാത്രാക്കാരനായ ആത്മാവിന് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ എന്തുവേണം? തേരാളിയായ ബുദ്ധി ഉണർന്നിരിക്കണം. അവൻ കടിഞ്ഞാണായ മനസ്സിനെ മുറുക്കിപ്പിടിച്ച് കുതിരകളായ ഇന്ദ്രിയങ്ങളെ ശരിയായ വഴിക്ക് ഓടിക്കണം.